എന്നാലും ചോദിക്കുക ശരിയായിട്ടുള്ള നടപടിയൊന്നുമില്ല. ഇങ്ങനെയുള്ളത് ഇങ്ങനെ ചെയ്യരുത്. നമുക്കെന്തെങ്കിലും ദേഷ്യമായിട്ട് ഉണ്ടെങ്കിൽ വാ കൊണ്ട് പറഞ്ഞു തരണം, അല്ലെങ്കിൽ പരാതിപ്പെടാം. ടെക്സ്റ്റൈൽസ് അല്ലേ, അവിടെ മാനേജർ ഉണ്ടല്ലോ, അതിന് ഓർഡർ ഉണ്ടല്ലോ, അവരടുത്ത് പറഞ്ഞാൽ മതിയല്ലോ ഇല്ലേ? അതിന് ദേഷ്യം മുൻകോപം ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? യാദൃശ്യമായിട്ടുണ്ട് വീഡിയോ. എനിക്കത് റിവ്യൂ ചെയ്യണം തോന്നുന്നു, എനിക്കത് പറയണം തോന്നി, അതുകൊണ്ട് വേണ്ടി പറഞ്ഞതാ. എന്താ പറയുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം പ്രായമാകും, എല്ലാം ഈ എന്താ പഴുത്തല വീഴുമ്പോഴേ പച്ചല ചിരിക്കും. പച്ചലക്കാർക്കില്ലല്ലോ പച്ചലയും പഴുക്കും എന്നുള്ള കാര്യം. അതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലത്. സാധാരണ ഈ എനിക്കൊന്ന് ആർമിയിൽ നിന്ന് വിരമിച്ചവര്, അല്ലെങ്കിൽ വേറെ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തവര്, ഈ ചിലപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സെക്യൂരിറ്റി ജോലിക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ഇച്ചിരി ആരോഗ്യമുള്ള ഒരാൾക്കാരെ എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വളരെ വേതനം വളരെ കുറവാണ്. അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു കുടുംബമൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അവരെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടിയും സമയം 12 മണിക്കൂറാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഈ മരുന്ന് ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് നടന്നേക്കുന്നത് ഈ സംഭവം. അപ്പോൾ എത്ര പേരാണ് അവിടെ വരുന്നത്? ഒരാളൊന്നും അല്ല, ഇഷ്ടംപോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവരെല്ലാം മാനേജ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപാട് പല ആൾക്കാരും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ ചൂടാകുന്നവരുണ്ട്, ചില ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. പല ബിഹേവിയേഴ്സും വരുന്ന രീതികളൊക്കെ ഉണ്ട്. അതിനകത്ത് നിന്ന് ഇവരെല്ലാം തരണം ചെയ്ത് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനമാണ്. നമുക്ക് ഇതിൽ ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടെങ്കിൽ അവിടെ മാനേജറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓർഡറുണ്ട്, അല്ലെങ്കിൽ സൂപ്പർവൈസറുണ്ട്. അവരോടൊക്കെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എടുത്ത് ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളിങ്ങനെ തള്ളില്ലാത്തതാണോ അദ്ദേഹത്തിന്റെ കൈ ഒടിയുകയോ അല്ലെങ്കിൽ ഇതിനെ പറ്റിക്കഴിഞ്ഞാൽ കൈ ഒടിഞ്ഞാൽ ഒരു 6 മാസം വീട്ടിൽ കിടന്നാൽ ആര് ചിലവിന് കൊടുക്കും? അവർ ചിലപ്പം ഒരു നിവൃത്തിയില്ലാത്തവരായിരിക്കും. എന്ത് ചെയ്യും? ആര് ചിലവിന് കൊടുക്കും? അല്ല, ഇതിനെ പറ്റിക്കഴിഞ്ഞാൽ ആരും ആ കുടുംബത്തെ നോക്കും? ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിലപ്പോൾ അന്നത്തെ ദേഷ്യത്തിൽ കളിക്കുന്നതായിരിക്കും. അപ്പൊ അവർക്ക് ഒരു കുടുംബമാണെന്നുള്ള കാര്യം ആലോചിക്കണം. ദേഷ്യം വരും, മനുഷ്യന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ നമുക്ക് വാ കൊണ്ടല്ലേ പറഞ്ഞു തീർക്കണം. ഇങ്ങനെയാണോ കാണിക്കുന്നത്? ആ തെള്ളുന്ന അതാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞത് ആലോചിച്ച് നോക്കിയേ. അത്രയും സ്റ്റെപ്പ്, 3-4 സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഒറ്റ പോക്ക് പോവുക. ആ തല വെച്ചെന്ന് അവിടെ ഇടിക്കുവോ, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? അപ്പൊ ആ ഒരു സാധാരണ പാവം പിടിച്ച കുടുംബത്തിലെ ഒരു കുട്ടി ജോലിക്കാനാണെങ്കിലോ അടൂർ നടന്ന സംഭവം എന്ത്? വേറെ തുച്ഛമായ ചെറിയ ശമ്പളം ജോലി ചെയ്ത ജീവനക്കാരായിരിക്കും. അവർക്ക് ഒരു നിവൃത്തിയും കാണത്തില്ലെന്നേ. അവരൊരു നിവൃത്തിയില്ലാതിട്ടായിരിക്കും ഈ ജോലിക്ക് ഇറങ്ങുന്നത്. വീട്ടിലെ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. എല്ലാരും അങ്ങനല്ല. ഒരു 100-ൽ 10-75% ചില ആൾക്കാർ ചിലപ്പോൾ അവനായിരിക്കും നിവൃത്തിയോട് കൊണ്ടായി സെക്യൂരിറ്റി ജോലിക്ക് ഇറങ്ങുന്നത്. വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അവർ ഇറങ്ങത്തില്ല. അവർ 6 ആട്ടുന്നൂപ്പ് കേൾക്കണം അറിയും. ഒരു കടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ആട്ടുന്നൂപ്പ് കേൾക്കണം, എത്ര പേരുടെ ചിത്തുള്ളി കേൾക്കണം, എത്ര പേരുടെ മുഖം കാണണം. നല്ല ആൾക്കാരും ഉണ്ട് അതിനകത്ത് കേട്ടോ, ഒരിക്കലും ഞാൻ ആറ്റി പറയത്തില്ല. നല്ല ആൾക്കാരും ഉണ്ട്.